വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നാളെ കരാർ ഒപ്പുവെക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയുമാണ് കരാറിൽ ഒപ്പുവെക്കുക. കരാറിലെ അഴിമതി ചൂണ്ടിക്കാട്ടി LDF ചടങ്ങ് ബഹിഷ്കരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്താണ് കരാർ ഒപ്പുവെക്കുക. തുറമുഖ നിർമ്മാണോദ്ഘാടനം നവംബർ 1 ആരംഭിക്കും. 2 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. 1635 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അദാനി ഗ്രൂപ്പിന് നൽകണം. ഇതുകൂടാതെ ഭൂമി ഏറ്റെടുത്ത് നൽകുകയും വേണം. മൊത്തം 7000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ അദാനി ഗ്രൂപ്പിന് 2000 കോടി രൂപ മാത്രമാണ് മുടക്കുമുതൽ. 7ാം വർഷം മുതൽ സർക്കാരിന് വരുമാനം ലഭ്യമാക്കണമെന്നാണ് കരാർ. 15ാം വർഷം മുതൽ ഓരോ വർഷവും 1% വീതം കൂടുന്ന രീതിയിൽ 40% വരെ റവന്യൂ വരുമാനം സർക്കാരിന് നൽകണമെന്നുമാണ് കരാർ. വിഴിഞ്ഞം തുറമുഖ കരാറിനകത്ത് യാതൊരുവിധ സാങ്കേതികമോ നിയമപരമായ വീഴ്ച വരുത്തിയിട്ടില്ല. അതേസമയം കരാർ അദാനിക്ക് നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ കരാറിന് വേണ്ടി ഇവിടെ ആകെ വരുന്ന ചെലവ് 7500 കോടി രൂപയാണ്. 7500 കോടി രൂപയിൽ അദാനി ചെലവഴിക്കുന്ന 2000 കോടി രൂപ മാത്രമാണ്. ബാക്കി 5000 കോടി രൂപയോടും പൊതുസ്വത്താണ്. പൊതുസ്വത്ത് സ്വകാര്യ മേഖലയുടെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ആ എതിർപ്പ് ഞങ്ങളും ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അതേ സന്ദർഭത്തിൽ വിഴിഞ്ഞം പദ്ധതി വരുന്നതിന് ഞങ്ങൾ എതിരല്ല. CPM വികസന പദ്ധതികൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സുതാര്യത ഉറപ്പുവരുത്താത്തതാണ് കരാർ ഒപ്പിടൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെന്നും കോടിയേരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അദാനി നേരിൽ കണ്ടാലും വിഴിഞ്ഞം കരാറിൽ നിലപാട് മാറ്റമില്ലെന്ന VS. കരാറിൽ തുറമുഖത്തിന് 2ാം സ്ഥാനവും റിയൽ എസ്റ്റേറ്റിന് 1ാം സ്ഥാനവുമാണ്. കോടികളുടെ കൊള്ളയാണ് ഉമ്മൻചാണ്ടി ലക്ഷ്യമിടുന്നതെന്നും VS വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരാർ ഒപ്പിടുന്നത് വഴി നൂറുകണക്കിന് കോടികൾ വിലമതിക്കുന്ന കേരളത്തിൻ്റെ സമ്പത്ത് അദാനി എന്ന കോർപ്പറേറ്റിന് തിരിച്ചടി നൽകുകയാണ്. പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദാനിയുടെ കീശയിൽ 546 കോടി രൂപ വീണിരിക്കും. PPP മോഡലിൽ പദ്ധതി ചെലവിൻ്റെ 60% കൂടുതൽ തുക സർക്കാർ മുടക്കുന്ന ഒരു പദ്ധതി ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതെന്ന് സർക്കാർ വ്യക്തമാക്കണം. വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ലത്തീൻ അതിരൂപത. അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര വ്യക്തമാക്കി. 19ാം തീയതി ഒരു ചർച്ച കൂടി നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയിൽ വരുന്ന നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ക്യാബിനറ്റിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പൂർണ്ണമായും ദൂരീകരിക്കാനുള്ള ഒരു ഓർഡർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. 2 ദിവസത്തെ UAE സന്ദർശനത്തിനായി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ മോദി UAE നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അബുദാബിയിൽ നിന്നും ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, മോദി അബുദാബിയിൽ എത്തിയിരിക്കുന്നു. പ്രവാസ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സന്ദർശനം കൂടിയാണിത്. മോദിയുടെ ഇന്നത്തെ കാര്യപരിപാടികൾ എന്തൊക്കെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. സ്വാമി, ഊഷ്മളമായ വരവേൽപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അബുദാബിയിൽ ലഭിച്ചത്. അബുദാബി പ്രസിഡൻഷ്യൽ എയർപോർട്ടിൽ അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ 5 സഹോദരന്മാരും മോദിയെ സ്വീകരിക്കാനെത്തി. ഊഷ്മളമായ വരവേൽപ്പ് തന്നെയാണ് വിമാനത്താവളത്തിൽ മോദിക്ക് ലഭിച്ചത്. അദ്ദേഹം UAE ഭരണാധികാരികളുമായി അല്പനേരം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ചില പരിപാടികൾ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പള്ളിയായ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അദ്ദേഹം അല്പസമയത്തിനകം സന്ദർശിക്കും. അതിനുശേഷം അദ്ദേഹം ലേബർ ക്യാമ്പിലെത്തി തൊഴിലാളികളെ കാണും. ഐക്കാട് സിറ്റിയിലെ ലേബർ ക്യാമ്പിലെത്തിയാണ് അദ്ദേഹം തൊഴിലാളികളെ കാണുക. അദ്ദേഹം തൊഴിലാളികളുമായി സംവദിക്കും. നാളെ അദ്ദേഹം അബുദാബിയിലെ മസ്ദർ സിറ്റിയിൽ സന്ദർശനം നടത്തും. കൂടാതെ ഒപ്പം തന്നെ UAE ബിസിനസ് സമൂഹവുമായി അദ്ദേഹം സംവദിക്കും. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ദുബായിൽ ഒബ്രെ ഹോട്ടൽ ഒരു ബിസിനസ് സൽക്കാരത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ എംബസി നൽകുന്ന ബിസിനസ് സൽക്കാരത്തിൽ പങ്കെടുക്കും. വൈകിട്ട് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കും. UAE ഇന്ത്യൻ സമൂഹമാണ് ഇവിടെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE എത്തിയിരിക്കുന്നു.
ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗൾഫിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ ലോകം നോക്കിക്കാണുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരമായ വിശകലനവുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ അഷ്റഫ് ചേരുന്നുണ്ട്. അഷ്റഫ്, മോദിയുടെ സന്ദർശനത്തെ എങ്ങനെയാണ് പ്രവാസി ലോകം നോക്കിക്കാണുന്നത്? യുഎയിൽ ഏകദേശം 25 ലക്ഷം വരുന്ന ഇന്ത്യൻ വംശജരുള്ള യുഎയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം യഥാർത്ഥത്തിൽ 34 വർഷത്തിന് ശേഷമുള്ള ഈ സന്ദർശനം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. യുഎയുടെ യഥാർത്ഥത്തിൽ ഇന്ത്യയാണ് യുഎയുടെ മൂന്നാമത്തെ വാണിജ്യ പങ്കാളിയാണ്. ലോകത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യുഎക്കുള്ള പ്രാധാന്യം അതുകൊണ്ട് തന്നെ വാണിജ്യ ഊർജ്ജ മേഖല വളരെ പ്രധാനമുള്ളതാണ്. ഇരു രാജ്യങ്ങൾ തമ്മിൽ $75 ബില്യൺ വ്യാപാരമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ സമീപകാലത്ത് അത് കുറഞ്ഞു, ഏകദേശം $59 മില്യൺ കുറഞ്ഞു. കാരണം സ്വർണത്തിന് മേൽ ഉണ്ടാക്കിയ നികുതിയാണ് ഇതിന് കാരണം വന്നത്. എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇനി യുഎക്ക് കൊടുക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഊർജ്ജ മേഖലയിൽ, വ്യാപാര മേഖലയിൽ മാത്രമല്ല ഊർജ്ജ മേഖലയിൽ 8.5% ക്രൂഡ് ഓയിൽ യുഎയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണവില കുറഞ്ഞ സ്ഥിതിക്ക് അത് ദീർഘകാലാടിസ്ഥാനത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനും അതിന് ആവശ്യമായ ഒരു കരാർ ഒപ്പിടാനുമാണ് മോഡി പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല തീവ്രവാദം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്താൻ, കാരണം തീവ്രവാദം ഏതെങ്കിലും മതത്തിന്റെ ജാതിയുടേതല്ല, അത് ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വിനാശകരമായ ഒരു സംഭവമാണെന്ന രീതിയിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ അതിലും ധാരണ. അങ്ങനെ രാഷ്ട്രീയ, വാണിജ്യ, ഊർജ്ജ മേഖലയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ് മോഡിയുടേത്. അഷ്റഫാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തെ പ്രവാസികൾ നോക്കിക്കാണുന്നത്. പ്രവാസികളുടെ പല പ്രശ്നങ്ങൾക്കും മോദിയുടെ സന്ദർശനത്തോടെ പരിഹാരമാകുമെന്നും പ്രവാസികൾ അഭിപ്രായപ്പെട്ടു. യുഎഇ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത വ്യാപാര പങ്കാളിയാണ്. അതേപോലെ ഇന്ത്യയുടെയും യുഎഇയുടെയും വിദേശ നിക്ഷേപങ്ങളും വളരെ സമൃദ്ധമായി നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ കൂടുതൽ ഉണ്ടായേക്കാം. പക്ഷേ അതിനപ്പുറം ഇത് വ്യാപാര നിക്ഷേപ ഉടമ്പടികൾക്കപ്പുറമുള്ള ഒരു നയതന്ത്രം ഈ സന്ദർശനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരായ ആളുകൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഈ വേനലവധിക്കാലത്തും വിശേഷ ദിവസങ്ങൾക്ക് തൊട്ടുമുമ്പും വലിയ തോതിൽ വിമാന നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അതിനെതിരെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതുപോലെ നിക്ഷേപകർക്ക്, ചെറുകിട നിക്ഷേപകരുടെ സംരംഭങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടുമോ? ഇത്തരം കാര്യങ്ങളാണ് തീർച്ചയായും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്ന് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തു. സന്ദർശനം ഇന്ത്യൻ പൗരന്മാർക്ക് ഗുണകരമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നിലക്ക് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അതിന് അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് ഇന്ത്യയുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അത് ഞാൻ സ്വാഗതം ചെയ്യും. യുഎഇയിലെ ഇന്ത്യക്കാർക്ക് പൊതുവായി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് മലയാളികളായ നമുക്കും ഗുണകരമായിരിക്കുമല്ലോ. ആലപ്പുഴ സീമാസ് ടെക്സ്റ്റൈൽസിലെ തൊഴിലാളി സമരം വിജയിച്ചു. സമരം പിൻവലിച്ചത് തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കുമെന്നും മിനിമം വേതനം നൽകുമെന്നുമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി നീണ്ടുനിന്ന സമരമാണ് ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുന്നത്. തൊഴിലാളി യൂണിയനുകൾ മുൻപോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മാനേജ്മെന്റ് രംഗത്ത് വരികയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഈ തൊഴിലാളികളെ ഏകദേശം 64ഓളം വരുന്ന സ്ത്രീകളടക്കമുള്ള ജീവനക്കാരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കാനൊരു ശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തു നടന്നു. ഇതിനു ശേഷമാണ് ഈ സമരം ശക്തി പ്രാപിച്ചത്. 64ഓളം വരുന്ന വനിതകൾ അടക്കമുള്ള ജീവനക്കാർ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി സീമാസിന് മുന്നിൽ സമരം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ഇവർ മുൻപോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും, അതായത് ഇവർക്ക് എതിരെ ഫൈൻ ചുമത്തിയിരുന്നു, ഇവർക്ക് ലിസ്റ്റിൽ കയറാൻ പാടില്ല, ഇത്തരത്തിൽ പല കർശന നിർദ്ദേശങ്ങളും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവനക്കാർക്ക് ഡ്യൂട്ടി സമയത്ത് ഇരിക്കാൻ പോലും മാനേജ്മെന്റ് അനുമതി നൽകിയിരുന്നില്ല. സാധാരണഗതിയിൽ ഒരു തൊഴിൽ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയാണ് ഇപ്പോൾ ആലപ്പുഴ CITന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ജി സുധാകരനും അതുപോലെ ഡോക്ടർ സൊസൈറ്റിക്ക് ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, CIT നേതാക്കൾ എല്ലാവരും ഇടപെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പിൽ ഇപ്പോൾ ഒരു ധാരണയായിരിക്കുന്നത്. ആലപ്പുഴയിലെ സീമാസ് ടെക്സ്റ്റൈൽസിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി തൊഴിലാളികൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കുമെന്നും മിനിമം വേതനം നൽകുമെന്നുമുള്ള മാനേജ്മെന്റിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾ സമരം പിൻവലിച്ചത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.
പാലക്കാട്ടെ പരാജയം സംബന്ധിച്ച് ഉപസമിതി റിപ്പോർട്ടിന്മേൽ നടപടി വേണമെന്ന് MP വീരേന്ദ്രകുമാർ. UDF-ൽ RSPക്ക് ലഭിക്കുന്ന പരിഗണന JDU-വിന് ലഭിക്കണമെന്നും വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. UDF ചെയർമാൻ തന്നെ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത് UDF നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന് മുകളിൽ ഗൗരവമായി പരിഗണിക്കുമെന്നാണ്. ആ റിപ്പോർട്ട് നൽകിയിട്ടും ഇതുവരെയായി അതേക്കുറിച്ച് യാതൊരു നടപടിയും സ്വീകരിച്ച് കണ്ടില്ല. 4 മാസം മുമ്പ് ഉന്നയിച്ച അതേ കാര്യങ്ങൾ പ്രാവർത്തികം കാരണം ആ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് ഞങ്ങൾക്കെന്ന ഉറപ്പ് പരിപാലിച്ച് കാണാത്തത് കൊണ്ടാണ്. കേന്ദ്രഭരണം ഉപയോഗിച്ച് സംസ്ഥാനത്ത് മതപരമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇതിനായി സാമുദായിക സംഘടനകളെ ഉപയോഗപ്പെടുത്തുന്നു. വാർഡ് വിഭജനം UDF താൽപര്യത്തിനനുസരിച്ചെന്നും വിമർശനം. ബാർ കേസിൽ ഉമ്മൻചാണ്ടിയും ബാർ ഉടമകളും ഒത്തുകളിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കോടിയേരി. ഗ്രൂപ്പ് പോരിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടെ വീട് പിണറായി വിജയൻ സന്ദർശിച്ചു. കേസിൽ കുറ്റവാളികളെ പിടികൂടാനുള്ള ശ്രമമല്ല നടക്കുന്നതെന്നും അന്വേഷണം പ്രഹസനമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പോലീസിന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണെന്നും സർക്കാരും കോൺഗ്രസും ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു.